വെൽക്കം ബാക്ക് അഗൈന്. ഷർഫാണ് വിത്ത് ഫാമിലി ഒരുമിച്ചുള്ള ഒരു റിസോർട്ട് ലൈഫ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഫാമിലി മൊത്തത്തിലുണ്ട്. നമ്മളെ കൂടുതലുള്ള എല്ലാവരും നമ്മൾ നുള്ളി പേർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ 7 മണിക്കെല്ലാം ഇറങ്ങിയതാട്ടെ. വരുമ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ വയനാട് നമ്മളെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രാത്രിയൊക്കെ അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഞങ്ങളിപ്പം മേപ്പാടി അങ്ങാടി പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്ന് കാരാപ്പുഴ ഡാമിലോട്ട് പോകുന്ന റൂട്ടിൽ ചുറ്റുവട്ടത്തുള്ള ഒരു റിസോർട്ടാണ് ഇപ്പോൾ നമ്മൾ താമസം. ഇവിടെ നോക്കിയാലും കാപ്പിയൊക്കെ കാണാനുള്ളത്. അതേപോലെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ് നല്ല രസമുണ്ട്. അങ്ങോട്ടുള്ള വഴി നേരെ നമ്മൾ എത്തുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഏരിയയിലോട്ടാണ്. ചെറിയൊരു ഡിജേൻ്റെ ചെറിയ സെറ്റപ്പ്, പിന്നെ ക്യാരംസ് ഉണ്ട്. അതേപോലെ അവിടെ 2 സ്പീക്കറുണ്ട്. പാട്ട് ഇടാം, നമുക്ക് ഡാൻസ് കളിക്കുക. പ്രൈവറ്റായിട്ട് ആരും വരാനൊന്നുമില്ല. അതേപോലെ ഇവിടെ കുറച്ച് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിടക്കാനും പറ്റും. ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മളെ പ്രോപ്പർട്ടീൻ്റെ ഒറിജിനൽ സ്ഥലത്തെത്തി. നേരെ നമ്മൾ കാണുന്നത് ക്യാമ്പ് ഫയറിൻ്റെ ചെറിയൊരു സെറ്റപ്പ്. ഈ വില്ലിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലേണ്ട ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇട്ടത്. ഇവിടെ ഇങ്ങനെ കയറി ചെന്നാൽ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയൊരു വരാന്ത കാര്യങ്ങൾ, ഇവിടെ ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇതാ ഇവിടെ ഇരുന്നാണ് നമുക്ക് ഫുഡ് കഴിക്കുക. ചേടാ ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങണം. നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതാണ് അവസ്ഥ. നിങ്ങളിപ്പോൾ സിനിമ കാണാൻ വന്നതാ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ബാഗുകളൊക്കെ ഇവിടെ തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ ബാഗുണ്ട്. നല്ലൊരു ഡൈനിങ് ഹാള്, സോഫ സെറ്റ് ഉണ്ട്, TV ഉണ്ട്, വാഷ് ബേസിന്. അതേപോലെ ഇങ്ങോട്ട് എത്തിയാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതെന്താ പറയണേ? ഇതാ ഇവിടെ നല്ലൊരു അടിപൊളി ബെഡ്റൂം ഉണ്ട് വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ്. ഇവിടുത്തെ വ്യൂ ആണ് അപാരം. ഈ കർട്ടൻ നീക്കിയാൽ ഭയങ്കര വ്യൂ ആണ്. കണ്ടില്ല മഴയൊക്കെ പെയ്യാമെന്ന് ആസ്വദിച്ചാൽ നമുക്ക് ബെഡിൽ കിട്ടാം. അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൽ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. അതേപോലെ ഇവിടെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട്. യൂറോപ്യൻ തന്നെ, 2 യൂറോപ്യൻ തന്നെയാണ്. അതേപോലെ വീണ്ടും ഒരു ബെഡ്റൂമും കൂടി. സംഗതി കുട്ടികളാട്ടോ നമ്മളെ കൂടെ അധികമുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോലായിട്ട്. ലേഡീസ് മൊത്തം കുളിക്കാൻ പോയതാണ്. ഇതിൻ്റെ തൊട്ട് അങ്ങേപ്പുറത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. വഴി നേരെ പോയാൽ സ്വിമ്മിംഗ് പൂൾക്കാണ് കുറച്ച് അങ്ങേപ്പുറത്ത്. അതേപോലെ ഈ വടി വരേണ്ട കിച്ചണിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ടോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. പ്ലേറ്റ്, പാത്രം, ഗ്യാസ്, A to Z സംഗതി ഇവിടെ ഉണ്ട്. ഇതാ ഒരു ഡ്രോയറൊക്കെ അവിടെ തന്നെ വെച്ചാണ്. ഗ്ലാസ് എല്ലേതും ഉണ്ട്. നമ്മൾ നേരത്തെ വാങ്ങി കൊണ്ടുവന്ന ചിക്കൻ സാറ തേച്ചിട്ട് അൽഫാമിന് റെഡിയാക്കാൻ പോവാണ്. അല്ലെ ഇയാൾ ചെറിയൊരു സംവിധാനമുണ്ട്. ഇതിലിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വൈബ് സ്ഥലം. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൊടുത്താൽ. അല്ല കുറച്ച് അച്ചാർ തിട്ടോളി മതി. സൂപ്പറായ സ്ഥലം. പിന്നെ ഇഷ്ടപ്പെട്ട? അൽഹംദുലില്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അതാണ് നമുക്ക് ആവശ്യം. ഞാൻ എടുത്തില്ല പച്ചിവിടെ പച്ചിസ്കരിക്കും. കുളി കഴിഞ്ഞിട്ട് വിറച്ചിട്ട് വരണേ. കൊണ്ടുവന്ന് വെച്ച ചിക്കൻ ഒന്ന് മസാല തേച്ചിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കിച്ചണിൽ കൊണ്ടുവന്ന് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കുരുമുളക് വേണമെന്ന് പറഞ്ഞപ്പോൾ അൻവർ നേരെ പോയിക്കാണ് മരത്ത് പോയിട്ട് മരത്ത് പോയിക്കാണ് 2 കുരുമുളക് പറിച്ചോണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം 10 മണി കേട്ടോ. ഞങ്ങൾ നേരത്തെ മസാല തേച്ച് വെച്ച അൽഫാമിൻ്റെ പീസ് ഇതാ ഗ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കൊച്ചിൻ്റെ നേതൃത്വത്തിൽ കേട്ടോ അൽഫാം ഗ്രില്ല് ചെയ്യുന്നുണ്ട്. കുറച്ച് ആൾക്കാർ കിച്ചണിലുണ്ട്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കുകയാണ്. ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ചപ്പാത്തി ഉണ്ട് വിത്ത് അൽഫാം. തണുപ്പില്ല കൈമാരാ. രാവിലെ നമുക്ക് എന്ത് വ്യൂ പോയിന്റാ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പുളി വൈബട്ട. ഇത് കണ്ടില്ലേ പൂളിൻ്റെ ഒരു കാഴ്ച. സത്യത്തിൽ നല്ല തണുപ്പുണ്ട്. രാത്രി 10 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പ് അടിച്ച് കയറി. ഞാനൊക്കെ ചെറിയൊരു ജാക്കറ്റ് ഇട്ടിട്ട് ഇരിക്കാൻ കേട്ടോ. Sir, good morning.
അല്ല നിങ്ങളാരെയും പോരുണ്ടോ? ചെറിയൊരു വ്യൂ പോയിന്റ് പോയിക്കല്ലേ രസമായിട്ട്. 6 മണിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ പോവാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. സമയം ഇപ്പോൾ 7 മണി. റൂമിൻ്റെ തൊട്ടടുത്തതിനുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നെല്ലാറച്ചൽ വ്യൂ പോയിന്റ്. മാഷാ അല്ലാ നല്ല രസമുണ്ട്, നല്ല മഞ്ഞുണ്ട്. ഇവിടെ ലേക്ക് ഉണ്ട് നമുക്ക് അറിയില്ല. ഇതിന് തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ലേക്ക് ഉള്ളത് അറിയാറുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം നാറ്റല്ല ഈ മഞ്ഞൊന്നായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇവിടെ വെള്ളം ഉണ്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. മാഷാ അല്ലാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എന്താ വെച്ചാൽ നല്ല അടിപൊളി കാഴ്ച, നല്ല അടിപൊളി വ്യൂ, വേറെ ആരുമില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അത്രത്തോളം അങ്ങോട്ട് ഫേമസ് ആയ സ്ഥലമല്ല. ഈ ഏരിയയിലുള്ള സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ വന്ന് കാണുന്ന സ്ഥലമാണ്. മഞ്ഞൊക്കെ ഏകദേശം പോയപ്പം നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. ഈ സൗണ്ട് ഉണ്ടല്ലേ കേട്ടോ. ഇപ്പം മഞ്ഞാണ്ട് പോയപ്പോൾ അവിടെ മീൻ വളർത്തൽ കേന്ദ്രം എന്തൊക്കെയാ കാണുന്നുണ്ട്. മാഷാ അല്ലാ നല്ല രസമാണ് കാണാൻ. അവിടെ നോക്കിയാൽ ആ മഞ്ഞ് വീണ് നോക്കി വെള്ളത്തേക്ക്. അത് കണ്ടുകൾ ആരെങ്കിലും പോവാണ് ഏതാ അങ്ങോട്ടൊക്കെയാ. മാഷാ അല്ലാ കളയും ചെറിയ അതിന് കാശ്മീർ കാണാൻ കാഴ്ചയാണത്. ഇതിന്റെ ഉള്ളിൽ പറ്റാക്കി പോകണമെന്നുള്ളൂ. സമയം ഏകദേശം 9 മണിയായിട്ടാ. ഇന്നലെ ലേഡീസ് ആയിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചത്. അപ്പോൾ ഇന്ന് ബോയ്സിനെ മൊത്തത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാനുള്ള പരിപാടിയിലാണ്. ഒരുവിധ ആളുകളൊക്കെ പൂളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂളിലൊന്ന് പോയി വെക്കുക. എല്ലാവരും ഈ തണുപ്പത്ത് നമ്മൾ പൂളിൽ ഇറക്കിയിട്ട് കുളിപ്പിക്കുകയാണ്. ഇരുട്ടത്തായിരുന്നു പൂള് കണ്ടത്. ഇന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ പൂള് കാണാൻ പോവാം. ഡ്രസ് ചെയ്യാനുള്ള റൂമുണ്ട്, വാഷ്റൂമുണ്ട്. നേരെ കയറി കഴിഞ്ഞാൽ അളിയനെ തള്ളിയിട്ടുണ്ടോ? അളിയനെ തള്ളിയിട്ടുണ്ടോ? എന്നാ ചാട്. ഓ മല്ലക്ക് എന്താ അറിയട്ടാ. അല്ലോ പടച്ചോനെ അടി കുത്തി. ഇറങ്ങി അല്ലാ കൂട്ടി മുട്ടി. ഇപ്പച്ചി മലന്ന് നിന്നതാ. ഇപ്പച്ചി അവിടെ എത്തി സ്കിൻ ചെയ്ത് മൂലം ചെക്കൗട്ട് വരെ പൊളിവായി പോയി. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഫുൾ പാക്ക് ചെയ്യുക, 11 മണിയാകുമ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാരാപ്പുഴ ഡാം അതേപോലെ ചൂരൽമല കൂടി വിസിറ്റ് ചെയ്ത് ഇവിടെ നേരെ തിരിച്ച് പോകട്ടോ. ഇൻഷാ അല്ലാ രാത്രി ഒരു 12 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. ഇവിടെ വന്നാൽ എല്ലാവരും നമ്മൾ വെള്ളത്തിൽ ഇറക്കിട്ടോ. ഇപ്പച്ചുണ്ട്, ആപ്പുണ്ട്, അതേപോലെ അതാ എല്ലാവരും ഉണ്ട്. തണുപ്പുണ്ട്. സത്യത്തിൽ തണുപ്പൊക്കെ സഹിച്ചുകൊണ്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ചോളി, വന്നോളി, ബുക്ക് ചെയ്തോളി. സമയം ഏകദേശം 10:30 കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാ സംഗതിയും പാക്ക് ചെയ്തു. 11 മണിക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിക്കേണ്ട തിരക്കിലാണ്. കുഞ്ഞാലിരുന്നിട്ടും മറ്റിടത്ത് ഇരുന്നിട്ടൊക്കെ ആയിട്ട് ചായ കുടിക്കണം. ഇന്നലെ രാത്രി ഗ്രില്ല് ചെയ്ത സ്ഥലമാണ് ഇവിടെ. അത് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടില്ലേ, കാപ്പിത്തോട്ടാണ് ഈ കാണുന്നത് മൊത്തം. കളിയാ മൊത്തത്തിൽ നമ്മളെ വൈബ് ഉഷാറായില്ലേ. ഇന്നലെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കാപ്പി എടുക്കുന്ന രംഗമൊക്കെ കാണാൻ പറ്റി. 2 മണി 2:30 വരെ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞു. നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ പഴയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു.